സഹോദരങ്ങളെ, നിങ്ങളുടെ കാത്തിരിപ്പിന് ശക്തിയുണ്ട്. നിങ്ങൾ ദൈവത്തെ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ കാത്തിരിപ്പിന് വലിയ ശക്തിയുണ്ട്. ഏലിയാവ് കർമ്മേലിൽ ഇസ്രായേലിൽ ദൈവം മഴ പെയ്യിക്കും എന്ന് പറഞ്ഞ ദൈവശബ്ദത്തെ മുറുകെ പിടിച്ച് മുഴങ്കാലിൽ ഇരുന്നു കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ 7ാമത്തെ പ്രാവശ്യം ബാല്യക്കാരനോട് കടലിൻ്റെ നേരെ നോക്കുക എന്ന് പറഞ്ഞപ്പോൾ കൈ പോലൊരു മേഘം പൊങ്ങി വരികയാണ്. പ്രിയപ്പെട്ടവരെ, 7ാമത്തെ പ്രാവശ്യം പ്രാർത്ഥിച്ചതിൻ്റെ ശക്തിയല്ല, കഴിഞ്ഞ തുടർമാനമായ 6 പ്രാവശ്യവും പ്രാർത്ഥിച്ചതിൻ്റെ ശക്തിയാണ് 7ാം പ്രാവശ്യം വെളിപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കാത്തിരിപ്പിൽ ഇന്ന് പകൽ വിലപ്പെട്ടതാണ്. ഇന്ന് പകൽ നിങ്ങൾ പറയുന്ന സ്തോത്രത്തിന് ശക്തിയുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. അബ്രഹാമിൻ്റെ 100ാമത്തെ വയസ്സിൽ തൻ്റെ കാത്തിരിപ്പിൻ്റെ 25ാമത്തെ വർഷം ഒരു ദൈവശക്തി തൻ്റെ ശരീരത്തിന്മേൽ, സാറയുടെ ഗർഭപാത്രത്തിന്മേൽ വെളിപ്പെടുമ്പോൾ അത് 100ാമത്തെ വയസ്സിൽ വെളിപ്പെട്ട ഒരു പ്രാർത്ഥനയോ വിശ്വാസമോ അല്ല. കഴിഞ്ഞ 24 വർഷമായി തുടർന്നു വന്ന പ്രാർത്ഥനയുടെയും കാത്തിരിപ്പിൻ്റെയും വിശ്വാസത്തിൻ്റെയും ശക്തിയാണ് 100ാമത്തെ വയസ്സിൽ വെളിപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കാത്തിരിക്കുന്ന ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. ദൈവസന്നിധിയിൽ ക്യൂ നിൽക്കുകയാ ഒരു വിടുതലിന് വേണ്ടി. ഇത് വിലപ്പെട്ടതാ. നിങ്ങൾ കാത്തിരിക്കുന്ന നിമിഷങ്ങൾ, ദിവസങ്ങൾ, മാസങ്ങൾ വിലപ്പെട്ടതാണ്. പുറകിലേക്ക് തിരിഞ്ഞു നോക്കി 1 വർഷം എനിക്ക് കാത്തിരിക്കാൻ കഴിഞ്ഞതിന് നന്ദി കർത്താവേ എന്ന് പറയണം. 2 വർഷം, 3 വർഷം, 5 വർഷമൊക്കെ കാത്തിരിക്കുന്നവരുണ്ട്, അതിലധികമായും കാത്തിരിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് യഹോവയുടെ മുൻപിലാണ്. ആരാണ് യഹോവ? യഹോവ നേരുള്ളവനാണ്. യഹോവ നീതിയെ ഇഷ്ടപ്പെടുന്നവനാണ്, ദുഷ്ടതയെ ദ്വേഷിക്കുന്നവനാണ്, നിഷ്കളങ്കനോട് നിഷ്കളങ്കനാണ്, നിർമ്മലനോട് നിർമ്മലനാണ്. തന്നെ അന്വേഷിക്കുന്നവരെ ഒരു നാളും ഉപേക്ഷിക്കാത്ത ദൈവമാണ്. കരുണയും കൃപയും നിറഞ്ഞ ദൈവം, ദീർഘക്ഷമയും മഹാദയുമുള്ള ദൈവം, വിശ്വസ്തതയുള്ള ദൈവം, 1000 ദയപാലിക്കുന്ന ദൈവം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരെയാണ് കാത്തിരിക്കുന്നത്? അതിന് ശക്തിയുണ്ട്, മറുപടി വരും, നിശ്ചയമാണ്. ക്ഷമയോടെ ഇരിക്കണം. മോശെ സീനായി പർവ്വതത്തിൽ കയറിയപ്പോൾ 40 രാവും 40 പകലും പർവ്വതത്തിൽ ദൈവത്തിൻ്റെ മേഘത്തിൻ്റെ അകത്തേക്ക് ദൈവം വിളിക്കുമ്പോൾ ദൈവം തൻ്റെ ജനത്തോടുള്ള അരുളപ്പാടുകൾ കൈമാറുമ്പോൾ ആ 40ാമത്തെ ദിവസം മോശയെ ദൈവത്തിൻ്റെ ആലോചനകളൊക്കെ പ്രാപിച്ച് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ, പർവ്വതത്തിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ താഴ്വരയിൽ എന്താണ് സംഭവിച്ചതെന്നറിയാമോ? അവർ പറയാം, മോശ വരാൻ താമസിക്കുകയാണ്, ഞങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കി തരണം. പ്രിയപ്പെട്ടവരെ, 40ാമത്തെ ദിവസമാണ് അവരെ ദൈവം നിഷേധികളായി വിഗ്രഹാരാധനയിലേക്ക് പോയത്. ജീവനുള്ള ദൈവം, കണ്ണുണ്ടെങ്കിലും കാണുന്ന ദൈവം, ചെവിയുണ്ടെങ്കിലും കേൾക്കുന്ന ദൈവം, സംസാരിക്കുന്ന, പ്രവർത്തിക്കുന്ന ജീവനുള്ള ദൈവത്തെ അവർ സേവിക്കുമ്പോൾ, ചെങ്കടൽ പിളർന്നുകൊണ്ട് അവർ നടത്തിയ ദൈവത്തെ, ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെ കണ്ടവർ വെറും 40 ദിവസം കാത്തിരുന്ന് മടുക്കുമ്പോൾ ദൈവം പറഞ്ഞൊരു വാക്കുണ്ട്,
അവർ ഇത്ര വേഗത്തിൽ എൻ്റെ വഴി വിട്ടുമാറിയെന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മടുക്കരുത്, തളരരുത്. 25 വർഷം കാത്തിരുന്നവർ മുൻപിൽ നിൽക്കുന്നുണ്ട്. മാസങ്ങൾ, വർഷങ്ങളൊക്കെ കഷ്ടതയിലൂടെ പോയിട്ടു ഇയ്യോബ് പറഞ്ഞ വാക്കുകൾ നിങ്ങൾക്കറിയാമോ? അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. പ്രിയപ്പെട്ടവരെ, യഹോവയെ കാത്തിരുന്നവർ അനുഗ്രഹിക്കപ്പെട്ടിടയുള്ളൂ, മാനിക്കപ്പെട്ടിടയുള്ളൂ. ഒരു ദൈവകൃപ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും, നിന്റെ കുടുംബത്തിൽ, നിന്റെ തലമുറയിൽ വെളിപ്പെടും. നീ കാത്തിരിക്കുന്ന ഓരോ നിമിഷവും അതൊരു വിതയാണ്. ഒരു കർഷകൻ മണ്ണിൽ വിത്ത് വിതയ്ക്കുന്നത് പോലെ കാത്തിരിക്കുന്ന ഓരോ ദിവസവും വിതയാണ്. സ്തോത്രം വിതയാണ്, പ്രാർത്ഥന വിതയാണ്. കൊയ്ത്തിലേക്ക് പ്രവേശിക്കുന്ന സമയങ്ങൾ തൊട്ടു മുൻപിലുണ്ട്. ക്ഷമയോടെ കാത്തിരിക്കുക. ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം. വചനത്തോട് വിശ്വാസത്തോടെ പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.